ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 250 കപ്പിന് 1 കപ്പ് ഉഴുന്നെടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് 2 മണിക്കൂർ കുതിരാൻ വേണ്ടി അടച്ചു മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് നമുക്ക് കളഞ്ഞെടുക്കണം. ഒരു അരിപ്പയിലൂടെ അങ്ങ് കളഞ്ഞെടുത്താൽ മതിയേ. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ 3-5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ 3-5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കട്ടിക്കായിരിക്കണം മാവ്, വെള്ളം കൂടി പോകരുത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഉഴുന്നളന്നെടുത്ത അതേ കപ്പിന് തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പഞ്ചസാര ഉരുക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഒറ്റനൂൽ പരുവാക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നാരങ്ങാനീര്, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ചൂട് മാത്രമേ ആയിട്ടുള്ളൂ. അതിലേക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ മാവ് ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം ക്രിസ്പി ആയി കിട്ടണം. അങ്ങനെ ഇതിപ്പം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ആ ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിനും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ട് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.